ഒരു മുയലും കരടി. സോ ഗൈസ് അപ്പൊ നമുക്കൊരു വെള്ള മുയലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിശ്ചയതിനെ എടുത്തത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞത് മാന്തം മാന്തുന്നു, പക്ഷെ അവളത് കേട്ടില്ല. ഏതോ പ്രേമനേരാഴ്ചയുള്ള മുയലാണെന്ന് കറക്റ്റ് സ്പോട്ടിലാണ് കട്ട് ചെയ്തത്. ആദ്യമായിട്ടോ മുയൽ മാന്തി ഒരാളെ കാണുന്നത്. റാബിറ്റ് ആയതുകൊണ്ട് റാബിസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അവളെ പേടിപ്പിച്ചിട്ടുണ്ട്. അടുത്ത രണ്ടുപേര് ബ്ലഡ് കുടിക്കാൻ നിൽക്കണം. ഈ രണ്ടുപേര് ചായക്ക് കടിയും മേടിച്ചിട്ട് തന്നെ വരോ കേട്ടോ. അവസാനം ഡേവിഡും കൂടി വന്ന് മുയലിനെ കുറച്ചേരം ഉപദ്രവിച്ചു. അവനെ കണ്ടത് മുയൽ ബ്ലിങ്കസ് അടിച്ചിരിക്കുന്നു. അമ്മ ആരും കാണാണ്ട് അവിടെ നിന്ന് അഗാധതയിലേക്ക് പോയി. എന്തിനാന്ന് അറിയില്ല കേട്ടോ. അവസാനം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ വന്നു. പിന്നീട് കാര്യം മനസ്സിലായി, പുളി നോക്കാൻ പോയത്. അവസാനം മഞ്ഞളൊക്കെ പുരട്ടി കാഞ്ചന വന്നു. ഡേവിഡ് ഫുഡ് അടി തുടങ്ങി. മടി കിടന്നാലെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും തന്നില്ല. പിന്നീട് ഞങ്ങളൊന്ന് ബീഫ് മേടിക്കാൻ ഇറങ്ങി. ഡേവിഡിന്റെ മൂഡ് ശരിയല്ല കേട്ടോ. വീഡിയോ എടുക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തലങ്ങും വിലങ്ങും അടിച്ചു. പിന്നീട് ഫോൺ മേടിച്ചിട്ട് അവൻ തന്നെ വീഡിയോ ഒക്കെ എല്ലാം കട്ട് ചെയ്തു. അവസാനം കരച്ചിലായി പിഴിച്ചിലായി. പിന്നെ മൂടൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ വീണ്ടും ബീഫ് മേടിക്കാൻ പോകാൻ കേട്ടോ. അത്ര പൂശിയ നിക്കറിട്ട് ആശാൻ നേരെ വണ്ടി കയറി ഇരുന്നിട്ടാ. ചുമ്മാന്ന് ചെട്ടിട്ടുണ്ടോന്ന് ചോദിച്ചാൽ അപ്പത്തേക്ക് ആശാനും ഡൗട്ടായി. കന്യാകുമാരി പോയിട്ട് വന്നിട്ട് ഇതുവരെ എക്സ്യൂ കഴുകിയിട്ടില്ല. ആദ്യം എത്തിയപ്പോഴത്തേക്കും ഗേറ്റ് ആണ്. അവിടെ ക്യൂവിൽ കിടക്കാനുള്ള മടി കൊണ്ട് ഞങ്ങൾ ഒരു ഷോർട്ട് കട്ട് എടുത്ത് പോയിട്ട് അതുവഴി പോയപ്പോൾ അവിടെ ആരോ ഓഫ് റോഡിംഗ് ട്രാക്ക് ഉണ്ടാക്കിയിട്ടേക്കണം. നമ്മുടെ ഉള്ള ഇതുവഴി പോയി കഴിഞ്ഞാൽ മുട്ടൻ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് അടിക്കാൻ നോക്കിയത്, പക്ഷെ പറ്റിയില്ല. പോയി നോക്കട്ടെ. അവസാനം ട്രെയിൻ പോണവരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവസാനം ഇറച്ചിക്കട എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെയും മുട്ടങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി നേരെ അവിടെ നിന്ന് അടുത്ത ഇറച്ചിക്കടയിലേക്ക് വിട്ടു. അവിടെ ചെന്ന് 1.5 കിലോ ബീഫ് പറഞ്ഞപ്പോഴാണ് 1.5 വർഷം മുന്നേ കണ്ട അജിത്തിനെ കണ്ടത്. പക്ഷെ ഡേവിഡിന് ഇവനെ കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. അതുകൊണ്ട് എത്ര ചോദിച്ചിട്ട് ആളെ അങ്ങോട്ട് പിടികിട്ടുണ്ടായില്ല. അങ്ങനെ ബീഫ് നേരെ വണ്ടിയുടെ ട്രങ്കിൽ വെച്ചിട്ട് ഞങ്ങൾ യാത്ര ചെയ്തു. അപ്പോഴാണ് അടുത്ത പ്രശ്നം. വണ്ടി റോട്ടിലേക്ക് കയറ്റാൻ നോക്കിയിട്ട് നടക്കുണ്ടായില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആയിട്ട് റിവേഴ്സ് ഗിയർ ഇട്ട് കയറ്റാന്ന് വിചാരിച്ച് വണ്ടി കയറിയപ്പോൾ ഒരു ചേട്ടൻ വന്നു, രക്ഷകരായി. ആ ചേട്ടൻ ഒറ്റ വലിയ വലിച്ച് വണ്ടി റോട്ടിലേക്ക് കയറ്റിയിട്ട് അപ്പോഴേക്കും അപ്പുറത്തെ വണ്ടിയിലെ ഹെൽമെറ്റ് താഴ്ത്തി വീണ്. എങ്ങനെ പോയെന്നറിയാം. അങ്ങനെ വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരുന്നപ്പോൾ പാതിൽ വെച്ച് റെയിൽവേ ഗേറ്റ് അടക്കാൻ പോയി. അതേസമയം അവിടെ കൂടെ ഒരു പ്രൈവറ്റ് ബസ് വരാൻ വന്നു. ഞാൻ വിചാരിച്ച് ഗേറ്റ് ഇടിച്ച് പൊളിക്കുന്നു. അത് കണ്ടത് ഒരു ചേട്ടൻ മുട്ടം തീർന്നു. അങ്ങനെ ഞങ്ങൾ വീടെത്തി കേട്ടോ. ഗേറ്റ് പതുക്കെ പാദങ്ങൾ കൊണ്ട് തുറന്ന് ഡേവിഡിനെ നിലത്തേക്ക് എറിഞ്ഞിട്ട് ട്രങ്കിൽ വെച്ച ബീഫ് എടുത്ത് അമ്മക്ക് കൊടുത്തു. ഡേവിഡിന് നെയ്യ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നെയ് പീസ് അവന് മാറ്റി വെച്ചു. നെയ് പീസ് കിട്ടിയത് അവനൊരു ചൈനീസ് തന്നി പറഞ്ഞു. അവസാനം ഞാൻ അവനോട് ഡാൻസ് കളിച്ചു. അപ്പൊ ബൈ, പിന്നെ കാണാം.